Choose the sentence with the correct usage of the phrasal verb give in. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഗിവിൻ്റെ മീനിങ് പറയാം. ടു ഫൈനലി എഗ്രി ടു വാട്ട് സം വൺ വാണ്ട്സ് ആഫ്റ്റർ റിഫ്യൂസിങ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. അതായത് കീഴടങ്ങുക എന്നാണ് മലയാളം മീനിങ് അതിൻ്റെ. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫ്രേസൽ വേർബ്സ് ആണ് ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, ഗിവ് എവേ കൊടുത്തു കളയുക, ദാനം ചെയ്യുക. നമ്മൾ ഗിവ് എവേ ഇപ്പോൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ. ഗിവ് ഓഫ് പുറത്ത് വിടുക, ഗിവ് ഔട്ട് വിതരണം ചെയ്യുക. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറണ്ട്. ആൻസർ ഈസ് ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. ഞാനിവിടെ ഓപ്ഷൻ പറയുന്നതിൽ ആൻസർ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ സ്വിമ്മിങ് എന്ന് പറയുന്ന വേർഡാണ് ജെറണ്ട്. അതായത് ഒരു വേർബ് INGയിലാണ് എൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അതൊരു നൗൺ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? വെർബോസിറ്റി. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? വെർബോസിറ്റി. ഇതിൻ്റെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ആണ് ഇലോക്വൻസ്. ഇലോക്വൻസ് മീൻസ് വാക് ചാതുര്യം, ദ ക്വാളിറ്റി ഓഫ് ഡെലിവറിങ് എ ക്ലിയർ സ്ട്രോങ് മെസ്സേജ്. കൺസൈസ്നെസ് മീൻസ് സംക്ഷിപ്തമായ, അതായത് നമുക്ക് പറയാനുള്ള കാര്യം അൺനെസസറി വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. കൺസൈസ്നെസ് സംക്ഷിപ്തമായ. ലാക്കോണിസം ഹ്രസ്വമായ. ലാക്കോണിസം മീൻസ് ഹ്രസ്വമായ, യൂസിങ് വെരി ഫ്യൂ വേർഡ്സ് ടു എക്സ്പ്രസ് വാട്ട് യു മീൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. Direct speech. I won't be able to attend the meeting, she said. The answer is she said she wouldn't be able to attend the meeting. ഇവിടെ വോണ്ട് എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് വിൽ നോട്ട്. അതായത് സിമ്പിൾ ഫ്യൂച്ചറിലാണ് ഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കുന്നത്. നമ്മൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വോണ്ട് എന്നുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ വുഡിൻറ്റ് എന്നാവും. ഷീ സെഡ് ഷീ വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഷീ സെഡ് ദാറ്റ് എന്ന് പറയും. ഈ ആൻസർ ഓപ്ഷനിൽ ദാറ്റ് വന്നിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻ ഇല്ല.